ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററായ ക്രോബോയ് എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ഈ ചാപ്റ്ററിലെ സൈഡ് ക്വസ്റ്റ്യൻസും ഈ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? ക്രോബോയ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ് വാസ് ഫോൺ മിസ്സിങ്. എന്താണ്? ഞങ്ങളുടെ ഗ്രാമത്തിൽ, അവർ വില്ലേജ് സ്കൂൾ അല്ലേ, വില്ലേജ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ എന്തായിരുന്നു? ആദ്യത്തെ ദിവസം, ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം വൺ ഓഫ് ദ ബോയ് വാസ് ഫോൺ മിസ്സിങ്. ആൺകുട്ടികൾ ഒരാൾ എന്തായിരുന്നു? മിസ്സിങ് ആയിരുന്നു. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെല്ലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ്. അവൻ ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടിരിക്കുകയാണ്? സ്കൂൾ ഹൗസിൻ്റെ ഒരു സെല്ലാറിൽ. സെല്ലാർ മീൻസ് നിലവറ. ഒരു നിലവറയിൽ എന്ത് ചെയ്യാണ്? അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. നൺ ഓഫ് us ന്യൂ ഹിം. അവനെ ആരും തന്നെ അറിയില്ലായിരുന്നു അല്ലേ. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവൻ എങ്ങനെയുള്ളവനായിരുന്നു? ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഇരുണ്ടതും അതുപോലെ തന്നെ ചെറുതുമായിരുന്നു അല്ലേ. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റുഡൻസ്. അവൻ എങ്ങനെയാണ് കാണാനൊക്കെ? മറ്റു കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അവൻ എവിടെയാണ് താമസിച്ചെന്ന് പറയുന്നത്? ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. മൗണ്ടൻ്റെ മറുവശത്താണ് അവൻ താമസിച്ചിരുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെയിംഡ് ചിബി, വിച്ച് മീൻ ടൈനി ബോയ്. അവൻ്റെ സൈസ് കാരണം, അവൻ ചെറുതാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവന് ചെറിയതായത് കാരണം വാസ് നിക്നെയിംഡ് ചിബി. അവനെല്ലാവരും കൂടി പേരിട്ടിട്ടുണ്ടായിരുന്നു. നിക്നെയിം എന്തായിരുന്നു? ചിബി എന്നായിരുന്നു അല്ലേ. വിച്ച് മീൻ ടൈനി ബോയ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ ആൺകുട്ടി എന്ന അർത്ഥം വരുന്ന ചിബി എന്ന നിക്നെയിം ആയിരുന്നു അവനിട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിക്നെയിം ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നിക്നെയിം ഉണ്ടാവും. വീട്ടിൽ വേറൊരു നിക്നെയിം ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നോക്കാം. ദ സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഇങ്ങനെയായിരുന്നു ഈ കുട്ടി. ദ സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഈ കുട്ടിക്ക് എങ്ങനെയായിരുന്നു? ഈ സ്ട്രേഞ്ച് ബോയ് എങ്ങനെയായിരുന്നു? ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ടീച്ചറൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ഭയമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവൻ എന്താണെന്നും പഠിക്കുകയൊന്നും ചെയ്തില്ല അല്ലേ. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ അവൻ എന്തായിരുന്നു? ഭയമായിരുന്നു. സോ ഹി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അവൻ എപ്പോഴും, അതായത് എല്ലായ്പ്പോഴും സ്റ്റഡി ടൈമിലും അതുപോലെ തന്നെ പ്ലേ ടൈമിലും ഒക്കെ അവനെ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലേ. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ, തനിച്ചായിരുന്നു. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ക്ലാസ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. അവൻ എല്ലായ്പ്പോഴും എന്തായിരുന്നു? ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുക. അതുപോലെ തന്നെ എൻഡ് ഓഫ് എ ലൈൻ, അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ, അതായത് ഒരു വരിയുടെ അവസാനത്തിലുമായിരുന്നു. അപ്പോഴെന്താണ്? ബാക്കിലേക്കാണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ചിത്രം നോക്കിക്കേ, ഇവിടെ കാണാനുണ്ടല്ലേ നമ്മുടെ ചിബി എവിടെയാണ് ഇരിക്കുന്നത്? ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. പക്ഷെ അവൻ എങ്ങനെയാണ് സമയം കളയാനൊക്കെ, ടൈം പാസ് ചെയ്യാനൊക്കെ എന്തായിരുന്നു? തൻ്റേതായിട്ടുള്ള ചില വഴികളൊക്കെ അവനുണ്ടായിരുന്നു. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. അവൻ എന്താ ചെയ്യുക? വളരെ നേരം തൻ്റെ മേശയുടെ മുകളിൽ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും. സംടൈംസ് ഹി വുഡ് ലൈക്ക് ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. അതുപോലെ തന്നെ മണിക്കൂറുകളോളം എന്ത് ചെയ്യും? ചിലപ്പോൾ മേൽക്കൂരയിലേക്കൊക്കെ ഇങ്ങനെ നോക്കി മണിക്കൂറുകളോളം നിൽക്കും. സീലിംഗ് മീൻസ് മേൽക്കൂരയില്ലേ, അതായത് അവൻ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവില്ല, മേൽക്കൂരയിലേക്ക് നോക്കി ഇങ്ങനെ അവൻ നിൽക്കും. ദർ വർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ അവൻ ഇൻട്രസ്റ്റ് ആവാൻ. ഹി ഡിഡ് ദ ഡിസൈൻ ഓഫ് ദ ഷർട്ട് ഓഫ് ദ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. ഒന്നെന്താണ്? ദ ഡിസൈൻ ഓഫ് ദ ഷർട്ട് ഓഫ് എ ബോയ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. അവൻ്റെ അടുത്തിരിക്കുന്ന അല്ലേ, അതായത് അവൻ്റെ മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഇങ്ങനെ അവൻ ഇരിക്കും. വാട്ട് ഹി കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ. അതുപോലെ തന്നെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ എന്തൊക്കെയാണോ കാണാനുള്ളത് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കലാണ് ആരുടെ പണി? അങ്ങനെയാണ് നമ്മുടെ ചിബി എന്ത് ചെയ്തിരുന്നത്? സമയം ചെലവഴിച്ചിരുന്നത്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. ഈ പ്ലേ ഗ്രൗണ്ടിലെത്തിയ ചിബി എന്താ ചെയ്യുക? കൂട്ടുകാരത്ത് കളിക്കോ? ഇല്ലല്ലോ. അവൻ എന്ത് ചെയ്യും? വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ. നിയർ ആൻഡ് ഫാർ മീൻസ് അടുത്തു നിന്നും അകലെ നിന്നും അല്ലേ, അകലെ നിന്നും വരുന്ന വണ്ടർഫുൾ സൗണ്ട്സ് ഒക്കെ അങ്ങനെ ലിസൺ ചെയ്യും അല്ലേ. കണ്ണുകളൊക്കെ അടച്ച് അടുത്തു നിന്നും ദൂരത്തു നിന്നും വരുന്ന അത്ഭുതകരമായ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ആൻഡ് ഹി കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ഗ്രബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് us wouldn't ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ്. അതുപോലെ എന്ത് ചെയ്യും? തമ്മിൽ ഭൂരിഭാഗം തൊടുകയോ
നോക്കുകയോ ചെയ്യാത്ത പ്രാണികളെയും പുഴുക്കളെയൊക്കെ അവൻ എന്ത് ചെയ്യും? പിടിച്ചിങ്ങനെ പരിശോധിക്കും. എവരി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്. അപ്പോൾ എല്ലാവരും അവനെ എന്താ വിളിച്ചിരുന്നത്? സ്ലോ പോക്ക് എന്ന് വിളിച്ചിരുന്നു അല്ലേ. ഈവൻ ദി ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്, ആ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ പോലും അവൻ എന്താ വിളിച്ചിരുന്നത്? സ്ലോ പോക്ക് എന്നാണല്ലേ വിളിച്ചിരുന്നത്. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട് ചിബി കെയിം ട്രോഡിങ് ടു സ്കൂൾ എവറി ഡേ. എന്താണ്? അപ്പോൾ എങ്ങനെയായിരുന്നു സ്ലോ പോക്ക് എന്നവൻ എല്ലാ ദിവസവും അവൻ എന്ത് ചെയ്തിരുന്നു? അവൻ സ്കൂളിൽ വന്നിരുന്നു അല്ലേ, എവറി ഡേ. ഹി ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്, എ ബോൾ ഓഫ് റൈസ് റാപ്പിഡ് ഇൻ റാഡിഷ് ലീഫ്. അവൻ എന്താ കൊണ്ടുവരുന്നത്? ലഞ്ചിന് സെയിം ആയിരുന്നല്ലോ, ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്. ഒരു റാഡിഷ് ഇലയിൽ പൊതിഞ്ഞ ഒരു ഉരുള ചോറാണല്ലോ അവൻ ദിവസവും കൊണ്ടുവന്നിരുന്നത്. ഈവൻ വെൻ ഇറ്റ് റൈൻ ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെം ട്രെഡ്ജിങ് അലോങ്. എന്ത് ചെയ്യും? ഇനി ഒരു മഴ പെയ്താലും കൊടുങ്കാറ്റിലൊക്കെ അവൻ എന്ത് ചെയ്തിരുന്നു? നടന്നു വന്നിരുന്നു അല്ലേ. ഹി വുഡ് ദെൻ ബി റാപ്പിഡ് ഇൻ റെയിൻകോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. പിന്നെ എന്ത് ചെയ്യും? സീബ്ര ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെയിൻകോട്ട് കൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ്റെ ശരീരം ഇങ്ങനെ റാപ്പ് ചെയ്യും, പൊതിയും. 5 years went by and we were in the 6th grade. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവ എത്രാം ക്ലാസ്സിലാണ്? 6th ഗ്രേഡിലാണല്ലേ. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിലെ ലാസ്റ്റ് ക്ലാസ് ആണല്ലേ. അപ്പോൾ 6 വരെയുള്ള സ്കൂളാണല്ലേ. അവർ ന്യൂ ടീച്ചർ മിസ്സസ് ഐസബ് വാസ് ഫ്രണ്ട്ലി മാൻ വിത്ത് കൈൻഡ് സ്മൈൽ. ഞങ്ങളുടെ മിസ്റ്റർ ഐസോബ് എന്ന പുതിയ ടീച്ചർ എങ്ങനെയാണ്? ദയയുള്ള പുഞ്ചിരിയുള്ള ഒരു സൗഹൃദമൊക്കെ നിറഞ്ഞ നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ. ഇറ്റ് വാസ് മിസ്റ്റർ ഐസോബ് ഹു ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഞങ്ങളെ ചിബിയെ നോക്കുന്ന രീതി മാറ്റാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് അല്ലേ. മിസ്റ്റർ ഐസോബ് ഓഫൺ ടുക്ക് ഹീസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. മിസ്റ്റർ ഐസോബ് എന്ത് ചെയ്യും? സ്കൂളിൻ്റെ പുറകിലുള്ള കുന്നിൻ മുകളിലൊക്കെ തൻ്റെ ക്ലാസ് എടുക്കാറുണ്ട്. ഹി വാസ് പ്ലീസ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ അറ്റ് ഓൾ പ്ലേസസ് വേർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടാറ്റോസ് ഗ്രൂ. അപ്പോൾ എന്താണ്? കാട്ടുമുന്തിരിയും കാട്ടുകിഴങ്ങും വളരുന്ന സ്ഥലങ്ങളെല്ലാം ചിബിക്ക് അറിയാമെന്നറിഞ്ഞപ്പോൾ എന്താണ്? അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവുകയാണ് അല്ലേ. ഹി വാസ് അമേസ്ഡ് ടു ഫൈൻഡ് ഹൗ മച്ച് ചിബി ന്യൂ അബൌട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ക്ലാസ് ഗാർഡൻ. അതുപോലെ തന്നെ എന്തായിരുന്നു? ഞങ്ങളുടെ ക്ലാസ്സിലെ പൂന്തോട്ടത്തിലെ പൂക്കൾ എല്ലാവർക്കും അറിയാമായിരുന്നു, ചിബിക്ക് അറിയാമായിരുന്നു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഐസോബ് സാറിനെ അത്ഭുതപ്പെടുത്തുകയാണ് അല്ലേ. മിസ്റ്റർ ഐസോബിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഹി ലൈക്ക് Chibi's black and white drawing and tacked them on the wall for everyone to miss. മിസ്റ്റർ ഐസോബിന് എന്താണ്? ചിബിയുടെ കറുപ്പും വെളുപ്പും ഡ്രോയിങ്ങുകളൊക്കെ ഇഷ്ടപ്പെടുകയാണല്ലേ. അപ്പോൾ ഹി ആൻഡ് ടാക്ക്ഡ് ദം അപ്പ് ഓൺ ദ വോൾ ഓഫ് എവരി വൺ ടു സി. അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി അദ്ദേഹം അത് എന്ത് ചെയ്യാണ്? വോളിൽ ഒട്ടിച്ചു വെച്ചു അല്ലേ, ചുവരിൽ ഒട്ടിച്ചു വെച്ചു. ഹി ആൾസോ ഹാഡ് നോ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് യാതൊരുവിധ കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. എന്തായിരുന്നു? ചിബിക്ക് മാത്രമേ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അല്ലേ. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. And Mr. Aesop tacked some of what Chibi wrote on the wall, and he often spent time talking to Chibi when no one was around. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുക? ആരുമില്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആൻഡ് ഓഫൻ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി നോ വൺ വാസ് അറൗണ്ട്. അദ്ദേഹം ചിബിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യും, അവനോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. വെൻ ചിബി അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ ടാലൻറ്റ് ഷോ ഓഫ് ദാറ്റ് ഇയർ നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. ആ വർഷം എന്താണ്? ടാലൻറ്റ് ഷോയിൽ ആര് പ്രത്യക്ഷപ്പെടുകയാണ്? ചിബി അല്ലേ. നോക്കുക, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു നോക്കുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. അവരുടെ കണ്ണുകൾ അവർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ. ഹൂസ് ദാറ്റ്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദ? ഹൂസ് ദാറ്റ്? ആരാണ്? അവനാരാണ്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദ? സ്റ്റുപ്പിഡ് അവിടെ എന്താ ചെയ്യുന്നത്? ബട്ട് ദ വർ അസ്റ്റോൺ മിസ്റ്റർ ഐസോബ് അനൗൺസ്ഡ് ദാറ്റ് ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ്. ദേ ഹാഡ് മോർ സർപ്രൈസ് കമ്മിങ്. എന്ത് ചെയ്യുന്നത്? അപ്പം മിസ്റ്റർ but they were astounded when Mr. Aesop announced. ഐസോബ് അനൗൺസ് ചെയ്യുകയാണല്ലേ. ആരുടെ കരച്ചിൽ? ചിബി കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാൻ പോവുകയാണെന്ന് എന്ത് ചെയ്യാണ്? മിസ്റ്റർ ഐസോബ് പ്രഖ്യാപിച്ചപ്പോൾ കുട്ടികളെല്ലാവരും അമ്പരന്നു അല്ലേ.
Cries of Rose, they had more surprises coming. Chibi ascended the stage. അങ്ങനെ ചിബി എന്താണ് സ്റ്റേജിൽ കയറുകയാണല്ലേ. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. ആദ്യം അവൻ എന്താ ചെയ്തത്? ആദ്യം അവൻ പുതുതായി വിരിഞ്ഞ കാക്കകളുടെ കരച്ചിൽ അനുകരിച്ചു അല്ലേ. ദെൻ ഹി ലിമിറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. ദെൻ അവൻ എന്താ ഇമിറ്റേറ്റ് ചെയ്തത്? മദർ ക്രോയെയും ദെൻ ഫാദർ ക്രോയെയും ഇമിറ്റേറ്റ് ചെയ്തു അല്ലേ. ഹി ദെൻ വെൻ ഓൺ ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. അതുപോലെ അതിരാവിലെ കാക്കകൾ എങ്ങനെയാണ് കരയുന്നതെന്നും അവൻ ഇമിറ്റേറ്റ് ചെയ്തു. ഹി ആൾസോ ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വർ ഹാപ്പി ഓർ സാഡ്. അതുപോലെ ക്രോസ് ഹാപ്പി ആയിരുന്ന എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കരയുന്ന സമയത്തല്ലേ അതും അവൻ എന്ത് ചെയ്തു? ഇമിറ്റേറ്റ് ചെയ്തു. എവരിബഡീസ് മൈൻഡ് വാസ് ടേക്കൻ സോ ഫാർ ദ മൗണ്ടൻ സൈഡ് ഫ്രം വിച്ച് ഹി ബിക്കേം ടു സ്കൂൾ. എങ്ങനെയാണ് അവൻ്റെ പരിപാടി? എല്ലാവരുടെയും മനസ്സ് ദൂരെയുള്ള മൗണ്ടൻ സൈഡിലേക്ക് കൊണ്ടുപോയി, മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി. നൗ ദേ കുഡ് ഇമാജിൻ എക്സാക്ട്ലി ദ ഫാർ ആൻഡ് ലോൺലി പ്ലേസ് വേർ ചിബി ലിവ്ഡ് വിത്ത് ദിസ് ഫാമിലി. അപ്പം എന്താണ്? അവിടെ നിന്നാണ് നമ്മുടെ ചിബി സ്കൂളിലേക്ക് വരുന്നതല്ലേ. മിസ്റ്റർ ഐസോബ് എക്സ്പ്ലെയിൻ ഹൗ ചിബി ഹാഡ് ലേൺ ദോസ് കോൾസ് ലിവിങ് ഹിസ് കോംഫോർട്ട് സ്കൂൾ അറ്റ് ഡൗൺ ആൻഡ് റിട്ടേണിംഗ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. അപ്പം ചിബി കുടുംബവും താമസിച്ചിരുന്നത് എങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു? വിദൂരവും ഏകാന്തവുമായ സ്ഥലമല്ലേ. അപ്പോൾ അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ചിബി എങ്ങനെയാണ് കാക്കകളുടെ ശബ്ദങ്ങൾ പഠിച്ചെന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? മിസ്റ്റർ ഐസോബ് വിശദീകരിച്ചു കൊടുക്കുകയാണ് അല്ലേ. എവരി വൺ ഓഫ് ക്രൈ തിങ്കിങ് ഹൗ മച്ച് ഹാഡ് ബീൻ റിച്ച്ഡ് വിവൻ ഗ്രോസ് വേർ സൈസ്. യെസ്. Down returning, the Mr. Iso explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അവൻ അതിരാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകും, അങ്ങനെ സൂര്യാസ്തമയത്തോടെ മടങ്ങും. 6 വർഷവും എല്ലാ ദിവസവും ഇതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണല്ലേ. എവരി വൺ ഓഫ് us cried thinking how much we had been wrong to Chibi all those long years. നീണ്ട വർഷങ്ങൾ ചിബിയോട് മോശമായി പെരുമാറിയതിനെ കുറിച്ച് ഞങ്ങളെല്ലാം കരഞ്ഞു അല്ലേ. എവരി വൺ ഓഫ് us cried, എല്ലാവരും കരഞ്ഞു. ഈവൻ grown-ups whipped the eyes saying yes, yes, he is wonderful. മുതിർന്നവർ പോലും എന്ത് ചെയ്യാണ്? ഗ്രൗണ്ട്അപ്സ് പോലും അവർ എന്ത് ചെയ്യണം? അവരുടെ കണ്ണുനീര് തുടയ്ക്കുകയാണല്ലേ. എന്നിട്ട് പറയാണ് ഐ സേ യെസ്, യെസ്, ഹി ഈസ് വണ്ടർഫുൾ. അവനൊരു അത്ഭുതമാണെന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ. ചിബി വാസ് ദ ഓൺലി one in our class honored for perfect attendance through all the 6 years അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ 6 വർഷവും ഹാജറിനായിട്ട് ആദരിച്ചത് ആരെ മാത്രമായിരുന്നു? ചിബിയെ മാത്രമായിരുന്നു അല്ലേ. ഒരു ദിവസം പോലും ആരും ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചിബി ലീവ് എടുത്തിട്ടില്ലല്ലേ. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. താനും കുടുംബവും ഉണ്ടാക്കിയ കരി വിൽക്കാൻ ചിബി എപ്പോഴും എന്ത് ചെയ്യും? ഗ്രാമത്തിലെത്തും അല്ലേ. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. വി ഓൾ കോൾഡ് ഹിം ക്രോബോയ്. പക്ഷെ അവനെ ആരും തന്നെ ചിബി എന്ന് വിളിക്കുന്നില്ല. അവൻ അവിടെ എന്താ വിളിച്ചിരുന്നത്? അവർ അവനെ ക്രോബോയ് എന്ന് വിളിച്ചു അല്ലേ. ക്രോബോയ്. ഹായ് ക്രോബോയ്. വി സ്റ്റിൽ ഹേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടൻ റോഡ്. ഇങ്ങനെ എന്താണ്? മലയോര പാതയിലൂടെ ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സന്തോഷവാനായ ഒരു കാക്കയുടെ അനുകരണം അവൻ നടത്തുന്നത് ഞങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. We still heard his imitation of Happy Crow as he returned home along the mountain road. Okay. സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്തുകൊണ്ടാണ് ചിബി സെല്ലാറിൽ ഒളിച്ചത്? അതിനുള്ള റീസൺ എന്തായിരിക്കും എന്നാണല്ലേ ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കും? ചിബി ഹിഡ് ഇൻ ദ സെല്ലാർ ബിക്കോസ് ഹി വാസ് സ്കെയർഡ് ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് ആൾസോ ഹിസ് ക്ലാസ്മേറ്റ്സ് ഹു കോൾഡ് ഹിം ചിബി. എന്താണ്? ടീച്ചറെയും അവനെയൊക്കെ ചിബി എന്ന് വിളിച്ചിരുന്ന സഹപാഠികളെയും ടീച്ചറെയൊക്കെ അവന് ഭയമായതുകൊണ്ടായിരിക്കും അല്ലേ അവൻ നിലവറയിൽ ഒളിച്ചിട്ടുണ്ടാവുക. ആൻസർ എന്താണ്? ചിബി ഹിഡ് ഇൻ ദ സെല്ലാർ ബിക്കോസ് ഹി വാസ് സ്കെയർഡ് ഓഫ് ദ ടീച്ചർ ആൻഡ് ആൾസോ ഹിസ് ക്ലാസ്മേറ്റ്സ് ഹു കോൾഡ് ഹിം ചിബി. Then second question, what does the nickname ചിബി mean? ചിബി എന്ന വിളിപ്പേര് എന്താണ് മീൻ ചെയ്യുന്നത്? എന്തായിരുന്നു? യെസ്, നിക്നെയിം ചിബി മീൻസ് ടൈനി ബോയ്. നിക്നെയിം ചിബി എന്ന നിക്നെയിമിൻ്റെ മീനിങ് എന്താണ്? ടൈനി ബോയ്, ചെറിയ ആൺകുട്ടി എന്നാണ് അല്ലേ. ഓക്കെ, ദെൻ വൈ വാസ്
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് ചിബി ലെഫ്റ്റ് എലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്തുകൊണ്ടാണ് ചിബി പഠന സമയത്ത് തനിച്ചായതെന്നാണ് അല്ലേ ചോദിച്ചത്. എന്തുകൊണ്ടായിരുന്നു? യെസ്, ചിബി വാസ് ലെഫ്റ്റ് എലോൺ അറ്റ് സ്റ്റഡി ടൈം ബിക്കോസ് ഹി ഹാഡ് നോ ഫ്രണ്ട്സ്. അവന് കൂട്ടുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നല്ലേ. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ അവൻ എന്തായിരുന്നു? ഭയമായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ടൈമിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നത് അല്ലേ. ആൻസർ എന്താണ്? ചിബി വാസ് ലെഫ്റ്റ് alone at study time because he had no friends. He was too scared to make friends with other children. Okay, then next question നോക്കാം. How did ചിബി amuse himself during class hours? ക്ലാസ് സമയങ്ങളിൽ ചിബി എങ്ങനെയാണ് രസിച്ചിരുന്നത്? ഹൗ ഡിഡ് എങ്ങനെയായിരുന്നു? എന്ത് ചെയ്യൂ അവൻ? ചിബി അമ്യൂസ്ഡ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് ഹവേഴ്സ് ബൈ സ്റ്റെയറിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. വളരെ നേരം എന്ത് ചെയ്യും? തൻ്റെ മേശയുടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ദെൻ ഗേസിങ് അറ്റ് ദ സീലിംഗ്, അതുപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കിയിരിക്കും. ദെൻ ലുക്ക് അറ്റ് ദ ഡിസൈൻ ഓൺ ദ ക്ലോത്ത്സ് ഓഫ് ദ ബൈ സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിലെ ഡിസൈൻ ക്ലോത്ത്സിലെ ഡിസൈൻ നോക്കിയിരിക്കും. ഓർ എൻജോയിങ് ദ സൈറ്റ്സ് ഓഫ് കുഡ് സീ ത്രൂ ദ വിൻഡോസ്. അതുപോലെ ജനാലിലൂടെ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ചിബി ക്ലാസ് സമയങ്ങളിൽ സ്വയം രസിച്ചിരുന്നു അല്ലേ. ഓക്കെ, ദെൻ വൈ ഡിഡ് എവരി വൺ കോൾ ചിബി സ്ലോ പോക്ക്? സ്ലോ പോക്ക് എന്നെല്ലാവരും അവനെ ചിബിയെ വിളിക്കാനുള്ള കാരണം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എല്ലാവരും ചിബിയെ സ്ലോ പോക്ക് എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ്? യെസ്, എവരി വൺ കോൾ ചിബി സ്ലോ പോക്ക് ബിക്കോസ് ഹി ലുക്ക്ഡ് സോ സ്ലോ ആൻഡ് ലേസി ടു ദ അതർ ചിൽഡ്രൻ. അവൻ എന്ത് ചെയ്യും? വളരെ പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ അവൻ ലേസി ആയിരുന്നില്ല, മടിയനായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഈവൻ ദോസ് ഹു വർ ഇൻ ദ ലോവർ ക്ലാസ്സസ്. അപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും അവൻ അത് കാരണമാണ് എന്ത് വിളിച്ചത്? സ്ലോ പോക്ക് എന്ന് വിളിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? എവരി വൺ കോൾ ചിബി സ്ലോ പോക്ക് ബിക്കോസ് ഹി ലുക്ക്ഡ് ടു സ്ലോ ആൻഡ് ലെസി ടു ദ അതർ ചിൽഡ്രൻ ഈവൻ ടു ദോസ് ഹു വർ ഇൻ ദ ലോവർ ക്ലാസ്സസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി? ചിബിയെ നമ്മൾ കണ്ട് രീതി മാറ്റിയത് ആരാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? യെസ്, ഇറ്റ് വാസ് അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഐസോഫ് ദാറ്റ് ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ഹി വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മിസ്റ്റർ ഐസോബ് എൻകറേജ് ചിബി? എങ്ങനെയാണ് മിസ്റ്റർ ഐസോബ് ചിബിയെ എൻകറേജ് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചത്? എങ്ങനെയായിരുന്നു? മിസ്റ്റർ ഐസോബ് എൻകറേജ് ചിബി ബൈ ലൈക്കിംഗ് ഹിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ടാക്കിംഗ് സം ഓഫ് ദം അപ്പ് ഓൺ ദ വാൾ ഫോർ എവരി വൺ ടു സീ. അപ്പോൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്? അവൻ വരച്ച ഡ്രോയിങ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? ചുവരിൽ ഒട്ടിച്ചു വെക്കുകയാണ് അല്ലേ. ദെൻ ഹി ആൾസോ ഹാഡ് നോ കംപ്ലയിൻസ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ്? ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് യാതൊരുവിധ പരാതിയും ഉണ്ടായിരുന്നില്ല. ഹി ടാക്ക്ഡ് സം ഓഫ് വാട്ട് ചിബി വാസ് റോട്ട് ഓൺ ദ വാൾ. ചുവരിൽ ചിബി എഴുതിയത് ചിലതൊക്കെ എന്ത് ചെയ്യുന്ന അദ്ദേഹം എല്ലായിടത്തും പ്രദർശിപ്പിക്കുകയും ചെയ്തല്ലേ. ഇങ്ങനെയൊക്കെയാണ് ചിബിയെ എൻകറേജ് ചെയ്തത് അല്ലേ മിസ്റ്റർ ഐസോബ്. Okay, then next question. How did Mr. Isob help Chibi feel better about himself? മിസ്റ്റർ ഐസോബ് എങ്ങനെയാണ് ചിബിയെ തന്നെ മെച്ചപ്പെടുത്താൻ അല്ലെ ഹിംസെൽഫായിട്ട് അവനെ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിച്ചത് എങ്ങനെയാണെന്നാണല്ലേ ചോദിച്ചത്. എങ്ങനെയാണ്? യെസ്, മിസ്റ്റർ ഐസോബ് ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ് ബൈ ടാഗിങ് ഹിസ് ബാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ആൾസോ സം ഓഫ് ഹിസ് റൈറ്റിംഗ് ഓൺ ദ വാൾ ഫോർ ഓൾ ടു സീ ആൻഡ് ഓൾസോ ടേക്കിംഗ് ടു ഹിം when no one was around അല്ലേ. അപ്പോൾ ചിബിയുടെ കറുപ്പും വെളുപ്പുള്ള ഡ്രോയിങ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചുവരിലെ പല രചനകൾ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ കൊണ്ട് വെക്കുകയാണ് അല്ലേ. അതുപോലെ ആരില്ലാത്ത സമയങ്ങളിലൂടെ അവൻ എന്ത് ചെയ്യും? സംസാരിച്ചു കൊണ്ടും മിസ്റ്റർ ഐസോബ് എന്ത് ചെയ്യാണ്? ചിബിയെ സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിച്ചു അല്ലേ. Okay, then next question. What performance did Chibi give at the talent show? ടാലൻറ്റ് ഷോയിൽ ചിബി എന്ത് പ്രകടനമാണ് നടത്തിയത്? എന്ത് പ്രകടനമായിരുന്നു? അറ്റ് ദ ടാലൻറ്റ് ഷോ ചിബി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. ടാലൻറ്റ് ഷോയിൽ പുതുതായി വിരിഞ്ഞ കാക്കകളുടെ അതുപോലെ തന്നെ ദ മദർ ക്രോ ആൻഡ് ഫാദർ ക്രോയുടെ ഒക്കെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്തു. ഹി ഓൾസോ ഷോഡ് ഹൗ ദ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. നല്ല ഏർലിയിൽ നല്ല പുലർച്ചെ എങ്ങനെയാണ് ക്രോസ് കരയുന്നതെന്ന് ഇമിറ്റേറ്റ് ചെയ്തു അല്ലേ.
ഹി ആൾസോ ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വർ ഹാപ്പി ഓർ സാഡ്. അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നവരും സാഡ് ആയിട്ടിരിക്കുന്ന ക്രോസിൻ്റെ ഒക്കെ സൗണ്ട് അവൻ എന്ത് ചെയ്തു? ഇമിറ്റേറ്റ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? എങ്ങനെയാണ് ചിബി കാക്കകളുടെ കരച്ചിൽ പഠിച്ചത്? ചിബി എങ്ങനെയാണ് കാക്കകളുടെ കരച്ചിൽ പഠിച്ചത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ചിബി എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക? ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ് ഡ്യൂറിങ് ഹിസ് ലോങ് വാക്ക് ടു ആൻഡ് ഫ്രം സ്കൂൾ. ഹി ലെഫ്റ്റ് ഹോം ഏർലി അറ്റ് ഡൗൺ ആൻഡ് റിട്ടേൺ ഹോം ഓൺലി അറ്റ് സൺസെറ്റ്. ഹി കണ്ടിന്യൂഡ് ദിസ് ഫോർ 6 ലോങ് ഇയേഴ്സ്. അതായത് സ്കൂളിലേക്ക് തിരിച്ചുമുള്ള നീണ്ട നടത്തത്തിനിടയിൽ ശരി എന്ത് ചെയ്യാണ് ചിബി? ആ കാക്കകളുടെ കരച്ചിലൊക്കെ അങ്ങനെയാണല്ലേ പഠിച്ചത്. നേരം പുലരുമ്പം തന്നെ വീട്ടിൽ നിന്നിറങ്ങി അവൻ എന്ത് ചെയ്യും? സൂര്യാസ്തമയത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് അല്ലേ. അങ്ങനെ നീണ്ട വർഷം അവനത് തുടർന്ന് പോയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? ഇത് പഠിച്ചെടുത്തത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? ചിബിയുടെ പെർഫോമൻസിനോട് മറ്റു കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? എങ്ങനെയായിരുന്നു? ദ അതർ ചിൽഡ്രൻ വർ ഫസ്റ്റ് എമേസ്ഡ് അറ്റ് ദ പെർഫോമൻസ് ഓഫ് ചിബിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഫ്രണ്ട്സൊക്കെ അമേസ് ആയല്ലേ. Then they cried thinking how much they had been wrong to Chibi who was such a talent boy. ഇത്രയും കഴിവുള്ള കുട്ടിയായിരുന്നു ചിബിയോട് തങ്ങൾ എത്രമാത്രം തെറ്റ് ചെയ്തുവെന്ന് ഓർത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ദ അതർ ചിൽഡ്രൻ ഫസ്റ്റ് അമേസ്ഡ് അറ്റ് ദ പെർഫോമൻസ് ഓഫ് ചിബി, ദെൻ ദേ ക്രൈഡ് തിങ്കിങ് ഹൗ മച്ച് ദേ ഹാഡ് ബീൻ റോങ് ടു ചിബി ഹു വാസ് സച്ച് എ ടാലന്റഡ് ബോയ്. The next question, what new name did Chibi get after the talent show? Why? ടാലൻറ്റ് ഷോയ്ക്ക് ശേഷം ചിബിക്ക് ഒരു പുതിയ പേര് കിട്ടിയില്ല. അത് എന്തായിരുന്നു എന്നാണല്ലേ ചോദിച്ചുള്ളത്. എന്തായിരുന്നു? ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ ചിബി ഗോട്ട് എ ന്യൂ നെയിം, ക്രോ ബോയ് അല്ലേ. ഹി ഗോട്ട് ദ നെയിം ബിക്കോസ് ഇമിറ്റേറ്റഡ് ദ ഡിഫറെൻറ്റ് സൗണ്ട്സ് ഓഫ് ബേബി ക്രോസ് ആൻഡ് ദെയർ പാരൻസ്. He also showed the crows of how the crows cried in morning and when they were happy or sad അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇതിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം. ലെറ്റസ് ഡെവലപ്പ് എ സ്റ്റോറി മാപ്പ് അബൌട്ട് ചിബി അറ്റ് സ്കൂൾ. സ്കൂളിൽ ചിബി പോയ സമയത്തുള്ളൊരു സ്റ്റോറി മാപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വേ ടു ഫൈൻഡ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സ്റ്റോറി, ലൈക്ക് വേർ ഇറ്റ് ഹാപ്പൻസ്, ഹു ആർ ഇൻ ആൻഡ് വാട്ട് ഈവൻസ് ടേക്ക് പ്ലേസ്. എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം? എന്താ സംഭവിച്ചെന്ന് ഉൾപ്പെടുത്തണം. Then who are in and then what events take place. അപ്പോൾ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി, ദെൻ ഓതർ, ദെൻ സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ബിഗിനിങ്, മിഡിൽ, എൻഡിങ്. വാട്ട് ഡസ് ദി സ്റ്റോറി എൽ അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് ഹു ഡിഫറെൻറ്റ് ഫ്രം അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളിത് എഴുതാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി എഴുതുക. Okay, then here is a thank you note prepared by Chibi for his teacher, Mr. Aizo. Thank you being a wonderful teacher to me. You helped me when I was scared and lonely. I am so thankful for your kindness and support. Love, Chibi. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എ താങ്ക് യു നോട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ താങ്ക് യു നോട്ട് ഓൺ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്ഡ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്സ് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻ്റ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ആൻസേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ രീതിയിലൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻസും അടങ്ങുന്ന വീഡിയോ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.